ഹലോ ഗൈസ്, ക്ലാഷ് വിത്ത് ക്യൂവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് കുറേ എന്തൊക്കെയോ കാര്യം പറയാനുണ്ട്. അതിൽ ഞാൻ രണ്ടാഴ്ച അതിനെ തിരിച്ചിട്ടുണ്ട്. അതായത് ഒന്ന്, നെക്സ്റ്റ് ഒരു ബിഗ് അപ്ഡേറ്റ് വരുന്നുണ്ട്. അപ്പോൾ ആ അപ്ഡേറ്റിലുള്ള കൺഫേംഡ് ആയിട്ടുള്ള കാര്യങ്ങൾ. രണ്ടാമത്തെ കാര്യം, ഈ ഇടയിൽ നമ്മുടെ ക്ലാഷ് ഓഫ് ക്ലാൻസ് ഒരു ലിങ്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതായത് ഒരു ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സ്. അപ്പോൾ അതിലുള്ള കുറച്ച് ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളും നമുക്കിനി ഭാവിയിൽ അങ്ങനത്തെ ഒരു അതിൽ പറഞ്ഞിട്ടുള്ള അപ്ഡേഷൻസ് നമുക്ക് പ്രതീക്ഷിക്കാം എന്നുള്ളത്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളിലാണ് ഞാനിത് മെയിനായിട്ട് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പിന്നെ നമ്മുടെ ഡ്രാഗൺ ഫെസ്റ്റിവൽ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്താണ് പർച്ചേസ് ചെയ്തതെന്ന് കമൻറ്റ് ചെയ്യുക. ഞാൻ 2 ഡെക്കറേഷൻസ് വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ ഓർസാണ് മെയിനായിട്ട് ടാർഗറ്റ് ചെയ്തിട്ടുള്ളത്. ബാക്കി അക്കൗണ്ട്സിൽ ഞാൻ ആരോയാണ് ബൈ ചെയ്തിട്ടുള്ളത്. എനിക്കറിഞ്ഞൂടെ ആരോ നല്ലൊരു ഓപ്ഷനായിരുന്നു. പക്ഷേ എനിക്ക് ഈ ഡെക്കറേഷൻസ് കാണുമ്പോൾ പിന്നെ ഒന്നും ഞാൻ ചിന്തിക്കില്ല. അപ്പോൾ എനിക്ക് ഡെക്കറേഷൻസ് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഞാൻ ഡെക്കറേഷൻസ് വാങ്ങിച്ചു. അപ്പോൾ നിങ്ങൾ എന്താ വാങ്ങിച്ചതെന്ന് കമൻറ്റ് ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ നോക്കുവാണെങ്കിൽ 2024 ഹോം വില്ലേജിൻ്റെ സമയമാണ്. അതായത് എന്തെങ്കിലും അപ്ഡേഷൻ വരുന്നുണ്ടെങ്കിൽ ഹോം വില്ലേജ് ആയിരിക്കും. അപ്പോൾ ബിൽഡർ ബേസിൽ നമുക്ക് കാര്യമായിട്ടൊരു അപ്ഡേഷന് നമുക്ക് പ്രതീക്ഷിക്കേണ്ട. മൊത്തത്തിൽ ഹോം വില്ലേജിൻ്റെ ഒരു അപ്ഡേഷനാണ് അവർ പറഞ്ഞിട്ടുള്ളത്. എന്നിരുന്നാലും ആസ് പെർ റിപ്പോർട്ട്സിൽ നമുക്ക് ബിൽഡർ ബേസിൽ 2 ചേഞ്ചസ് കാണാൻ പറ്റും. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഡ്രോപ്പ് ഷിപ്പിൻ്റെ എന്താ പറയുക, അറ്റാക്കിങ്ങിൻ്റെ റേഞ്ച് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. ബട്ട് എന്താ പറയുക, അബിലിറ്റി റെഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അതായത് 300 ഉണ്ടെങ്കിൽ 225 അബിലിറ്റി, ഡ്രോപ്പ് ഷിപ്പിൻ്റെ അബിലിറ്റി റെഡ്യൂസ് ചെയ്തിട്ടുണ്ട്. വേറെ ബിൽഡർ ബേസിലെ അപ്ഡേറ്റ് നോക്കുകയാണെങ്കിൽ നൈറ്റ് വിച്ചിൻ്റെ ബാറ്റ്സ് ആൻഡ് HP ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് നമുക്കിപ്പോൾ നെക്സ്റ്റ് ഒരു അപ്ഡേഷൻ വന്നാൽ ഒരു ചേഞ്ചസ് ചിലപ്പോൾ ബിൽഡർ ബേസിൽ കാണാൻ പറ്റുന്ന ഇതായിരിക്കും. അപ്പോൾ ഈ വരുന്ന പുതിയ അപ്ഡേറ്റിൽ എന്തായാലും ഉൾപ്പെടുത്തിയിരിക്കുന്ന ഒരു സാധനമാണ് ഗ്ലോബൽ ചാറ്റ്. അപ്പോൾ ഗ്ലോബൽ ചാറ്റ് അവർ തിരിച്ചു കൊണ്ടിരിക്കും ഉറപ്പാണ്. അപ്പോൾ അതിൽ എന്താ പറയുക, നമ്മൾ ആദ്യം എല്ലാവർക്കും അറിയാം ഏകദേശം ഗ്ലോബൽ ചാറ്റ് ഉണ്ടായിരുന്നു. പക്ഷേ അവർ പിന്നീട് അത് അപ്ഡേഷനിൽ അത് മാറ്റി കളഞ്ഞതായിരുന്നു. ഗ്ലോബൽ ചാറ്റ് ഉണ്ടായ സമയത്ത് ഒരു നല്ലൊരു ആക്റ്റീവ് ക്ലാൻ നമുക്ക് കണ്ടെത്താൻ നമുക്ക് എളുപ്പമായിരുന്നു. പക്ഷേ അവരത് കളഞ്ഞതിന് ശേഷം നമ്മളിങ്ങനെ പോയിട്ട് സെർച്ച് ബാറെല്ലാം എടുത്ത് കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ ഒരു നല്ലൊരു ക്ലാനെ കണ്ടെത്താൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അവർ ഏകദേശം എല്ലാവരും ഇങ്ങനെ എന്താ പറയുക, ഒരു ക്ലാഷ് ഓഫ് ക്ലാൻസിൻ്റെ എല്ലാ ഒരു പോസ്റ്റിൻ്റെ താഴെ കമൻറ്റായിട്ട് വരുന്നതാണ് ഗ്ലോബൽ ചാറ്റ് ബ്രിങ് ബാക്ക്, ഗ്ലോബൽ ചാറ്റിനെ തിരിച്ചു കൊണ്ടുവരുന്നതാണ്. അപ്പോൾ അത് അവർ കേട്ടിട്ടുണ്ട്. അതായത് ഗ്ലോബൽ ചാറ്റ് എന്തായും വരുന്നതായിരിക്കും. അപ്പോൾ നെക്സ്റ്റ് അപ്ഡേറ്റിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു അപ്ഡേഷൻ ആവാൻ പോകുന്നത് ഗ്ലോബൽ ചാറ്റ് ആകുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. പക്ഷേ എന്തെങ്കിലും അതിലൊരു ചേഞ്ചസ് ഉണ്ടാവും. എന്ന് വെച്ചാൽ ഒരു പ്രാവശ്യം കളഞ്ഞ സാധനത്തിന് കളയാൻ അവർക്കൊരു റീസൺ ഉണ്ട്. അപ്പോൾ അത് തിരിച്ചു കൊണ്ടുവരുമ്പോൾ അതിൻ്റേതായ ഒരു ലിമിറ്റേഷൻസോ അല്ലെങ്കിൽ എന്തെങ്കിലും റെസ്ട്രിക്ഷൻസും കാര്യങ്ങളും അതിൽ അവർ ഉറപ്പായിട്ട് ഉൾപ്പെടുത്തുന്നത് ഒരു ഡൗട്ടും ഇല്ല. അപ്പോൾ ഗ്ലോബൽ ചാറ്റ് സംഭവമുണ്ട്. അപ്പോൾ ബാക്കി അപ്ഡേഷനെ കുറിച്ചിട്ട് പറയുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടാണ് പുതിയൊരു വീഡിയോ ആയിട്ട് മാറുന്നത്. ഓക്കെ. പിന്നെ നോക്കുവാണെങ്കിൽ നമ്മുടെ റിസോഴ്സസ് ഉണ്ടല്ലോ, അതായത് ഈ കളക്ടേഴ്സ് ഉണ്ടല്ലോ, അതായത് ഈ ഗോൾഡ് കളക്ടേഴ്സ് അല്ലെങ്കിൽ എലിക്സർ ആണെങ്കിലും, അപ്പോൾ അതിൻ്റെ ലെവൽ ചേഞ്ചസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഈ അപ്ഡേഷനിൽ തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അതായത് അതായത് എനിക്കൊന്ന് ഈ മാസം അടുത്ത മാസം എനിക്ക് തോന്നുന്നു അപ്ഡേഷൻ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ആ അപ്ഡേഷൻ തന്നെ പ്രതീക്ഷിക്കാവുന്നതാണ്. പിന്നൊരു കാര്യം, റിക്വസ്റ്റ് അയക്കണം. നമ്മുടെ ഇപ്പോൾ ഒരു ട്രൂപ്സ് റിക്വസ്റ്റ് ഉണ്ടല്ലോ, അതിൻ്റെ ഐക്കണിൽ ചേഞ്ചസ് വരാൻ ചാൻസ് ഉണ്ടല്ല, ചേഞ്ചസ് ഉണ്ടാവും. പിന്നെ നോക്കുകയാണെങ്കിൽ നമ്മുടെ ബ്ലാക്ക് സ്മിത്ത് അപ്ഗ്രേഡിങ് ഗോൾഡാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ അത് എലിക്സറിലേക്ക് ചേഞ്ച് ആവും. വേറെ നമ്മുടെ സേജ് ആണെങ്കിൽ, ലോഗാണെങ്കിലും സേജ് ബറാക്കസ് ആണെങ്കിലും അതിൻ്റെ ലെവലിൽ ചേഞ്ചസ് ഉണ്ട്. ഇപ്പോൾ നമുക്കിപ്പോൾ 13 ആണെങ്കിൽ പോലും ടൗൺ ഹോൾ 13 എത്തുമ്പോഴത്തേക്കും അത് ഏകദേശം എന്താ പറയുക, മാക്സ്ഡ് ആണ്. അപ്പോൾ അതിൽ ചേഞ്ചസ് വരാൻ ചാൻസ് ഉണ്ട്. ഇനിയിപ്പോൾ ഡിഫൻസിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഹിഡൻ ടെസ്ലാൻ്റെ ഒരു പുതിയൊരു ലെവൽ വരാൻ ചാൻസ് ഉണ്ട്. ഹിഡൻ ടെസ്ല, ഇൻഫേർണോ, സ്കാറ്റർ ഷോട്ട്, ഈ 3 ഡിഫൻസിൻ്റെ പുതിയൊരു ലെവൽ കൂടി വരാനുണ്ട്. അതായത് ടൗൺ ഹോൾ 16 അപ്പോൾ ആ ഒരു ഇലയും അങ്ങനത്തെ ഒരു വെച്ചിട്ടായിരിക്കും അതിൻ്റെ പുതിയൊരു ലുക്ക് തന്നെ ആയിരിക്കും. ട്രൂപ്സിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ റൂട്ട് റൈഡറിൻ്റെ HP കാര്യമായിട്ട് മാറ്റം വരാൻ ചാൻസ് ഉണ്ട്. അതായത് ഈ അപ്ഡേറ്റിൽ തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം റൂട്ട് റൈഡറിൻ്റെ HP ചേഞ്ചസ് ഉണ്ടാവും. അതായത് ടൗൺ ഹോൾ 16 പ്രാണവായു എന്ന് വേണമെങ്കിലും പറയും. പ്രാണനാണ് റൂട്ട് റൈഡേഴ്സ്. ഏകദേശം എല്ലാവരും റൂട്ട് റൈഡേഴ്സ് വെച്ച് തന്നെയാണ് ഉണ്ടാവും.
വേറെ ട്രൂപ്സ് നോക്കുകയാണെങ്കിൽ ലെവലപ്പ് ഉണ്ടാവും. അതായത് മെയിൻലി ഹോഗ് റൈഡേഴ്സ്, ബേബി ഡ്രാഗൺ, ബൗളർ ആണെങ്കിലും മിനിയൺ. അപ്പോൾ ഈ 4 ട്രൂപ്സിൻ്റെ ലെവലപ്പ് ഉണ്ടാവും. അപ്പോൾ മിനിയൻ്റെ എന്താ പറയുക, ലെവലപ്പ് കുറച്ച് സങ്കടകരമാണ്. എന്ന് വെച്ചാൽ മെയിൻലി അത് അപ്ഗ്രേഡിങ് ആണെങ്കിലും നമുക്ക് ഈ വാറിൻ്റെ സമയത്ത് എല്ലാവരുടെ CC സൂപ്പർ മിനിയൻ ആയിരിക്കും. അപ്പോൾ ലെവലപ്പ് വന്നാൽ അതെങ്ങനെയാവും എന്നറിയത്തില്ല. എന്നാലും അത് ബാധിക്കില്ല എന്ന് തോന്നുന്നു. ഹോപ്പ് നമുക്ക് പുതിയ അപ്ഡേറ്റ് എന്താ കംപ്ലീറ്റ്ലി നമുക്കിപ്പോൾ അറിയില്ലല്ലേ. വേറെ ഹീറോസിൻ്റെ പെറ്റ്സിലാണ് വരുന്നത്. അതായത് ഇലക്ട്രോ ഓൾ ഉണ്ടല്ലോ, അതിൻ്റെ അപ്ഗ്രേഡിങ് കോസ്റ്റ് റെഡ്യൂസ് ചെയ്യും. അടുത്ത ബാലൻസ് ചേഞ്ചസ്: സൂപ്പർ ആർച്ചർ, സൂപ്പർ ബാർബേരിയൻ, ഇലക്ട്രോ ഡ്രാഗൺ, സൂപ്പർ ഡ്രാഗൺ. ഇതിൽ ബാലൻസ് ചേഞ്ചസ് നമുക്ക് പ്രതീക്ഷിക്കാം. ഇലക്ട്രോ ഡ്രാഗൺസിൽ ഒരു അപ്ഡേഷൻ ഞാൻ ഓൾറെഡി പ്രതീക്ഷിച്ചാണ്. എന്ന് വെച്ചാൽ ക്ലാഷ് ഓഫ് ക്ലാൻസ് ഈ റീസെൻ്റായിട്ട് അപ്ലോഡ് ചെയ്തിട്ടുള്ള പല വീഡിയോസിലും ഇലക്ട്രോ ഡ്രാഗണിനെ കുറിച്ചിട്ട് നല്ലോണം അത് എടുത്ത് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇലക്ട്രോ ഡ്രാഗൻ്റെ ഒരു ചേഞ്ചസ് ഉറപ്പായിട്ടുണ്ടാവും. അത് ബാലൻസ് ചേഞ്ച് അല്ലാണ്ട് വേറെ എന്തെങ്കിലും ആയിരിക്കും എന്നറിയത്തില്ല. എന്നിരുന്നാലും ഇലക്ട്രോ ഡ്രാഗൺസിൽ ഒരു ബാലൻസ് ചേഞ്ച് ഉണ്ടാവും. പിന്നെ നോക്കുവാണെങ്കിൽ എയർ സ്വീപ്പർ ഉണ്ടല്ലോ, അതിലൊരു ചേഞ്ചസ് ഉണ്ടാവും. എന്ന് വെച്ചാൽ ഇലക്ട്രോ ഡ്രാഗൺ ആൻഡ് എയർ സ്വീപ്പർ രണ്ടും പരസ്പര ശത്രുക്കളാണ്. അപ്പോൾ ആ ഒരു വീഡിയോ നല്ല രസമുണ്ട്. ആക്ച്വലി ഇത് എന്താ പറയുക, ശരിയാണ്, എയർ സ്വീപ്പറും ഇലക്ട്രോ ഡ്രാഗനും ഒത്തു പോകുന്നില്ല. അപ്പോൾ എയർ സ്വീപ്പറിൻ്റെ ഒരു പുതിയൊരു എന്താ പറയുക ഒരു ലെവലും കൂടി പ്രതീക്ഷിക്കാം. നമുക്ക് ഈ അപ്ഡേറ്റിൽ തന്നെ എന്തായാലും പ്രതീക്ഷിക്കാം. അപ്പോൾ ഇത്രയാണ് ട്രൂപ്സിൻ്റെ കാര്യത്തിലുണ്ടാകുന്ന ചേഞ്ചസ്. പിന്നെ വേറൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ക്ലാഷ് ഓഫ് ക്ലാൻസ് ഈയിടെ മറ്റേ ബോണസ് ട്രാക്ക് കംപ്ലീറ്റ് ചെയ്തവർക്ക് 10,000 ജെംസ്, സ്കിൻസ്, പിന്നെ ഹാമർ ഐറ്റംസ് ഇതെല്ലാം കൊടുക്കുന്നറിഞ്ഞ്. അപ്പോൾ അതിൻ്റെ റിസൾട്ട് മൺഡേ എന്തായാലും അത് റിസൾട്ട് അവർ പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ പബ്ലിഷ് ചെയ്യുന്ന മുറയ്ക്ക് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അതിൻ്റെ കാര്യങ്ങൾ. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ എ പാർട്ട് ഞാൻ ഇതിന് 2 തിരിച്ചെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ എ പാർട്ട് ഏകദേശം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബി പാർട്ട് എന്ന് വെച്ചാൽ നമ്മുടെ Q&A. അപ്പോൾ Q&Aയിൽ നമുക്ക് ഭാവിയിൽ പ്രതീക്ഷിക്കാവുന്നതും അതുപോലെ തന്നെ അടുത്ത അപ്ഡേഷനിൽ നമുക്ക് പെട്ടെന്ന് കാണാൻ പറ്റുന്ന സംഭവങ്ങളും ഞാൻ പറയുന്നുണ്ട്. അതിലാദ്യം തന്നെ നമുക്ക് ബിൽഡർ ബേസ് ക്ലാൻ വാസ്. അപ്പോൾ ഒരാൾ ചോദിച്ചിട്ടുള്ള ചോദ്യമായിരുന്നു, നമുക്കിപ്പോൾ ക്ലാൻ വാസ് പോലെ ബിൽഡർ ബേസിൽ ഒരു ക്ലാൻ വാസ് ഉണ്ടാവുന്നു. അപ്പോൾ അതിൽ അവർ ആദ്യം കൊടുത്ത വീടാണ് ഒന്ന് 2024 ഫോർ ഹോം വില്ലേജ്. അപ്പോൾ 2024 ഏതായാലും ബിൽഡർ ബേസിൽ ആ ക്ലാൻ വാസ് എന്ന് പറഞ്ഞാൽ ഒരു ഐഡിയ പ്രതീക്ഷിക്കണ്ട. എന്നിരുന്നാലും നമുക്കത് ഭാവിയിൽ ഉണ്ടാവാൻ പറ്റില്ല എന്നല്ല, ഭാവിയിൽ ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ ഒരു ഐഡിയ നല്ലതാണ്. ആ ഒരു ഐഡിയ ആയിട്ട് അവർ മുമ്പോട്ട് പോകാൻ നല്ലൊരു ചാൻസ് ഉണ്ട്. അപ്പോൾ ഏതായാലും ഒരു 2 വർഷത്തേക്ക് ബിൽഡർ ബേസ് ക്ലാൻ വാസ് ഉണ്ടാവില്ല എന്ന് എൻ്റെ ഒരു അറിവ്. വേറൊന്നും നോക്കിയാൽ ഓർസ് കളക്ടർ അല്ലെങ്കിൽ ഓർസ് റിസോഴ്സർ എന്ന് പറഞ്ഞിട്ട് അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടാവുമെന്ന് അറിയത്തില്ല, ഒരു ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓർസ് കളക്ടർ നമുക്ക് പ്രതീക്ഷിക്കേണ്ട, അങ്ങനത്തെ ഒരു ഐറ്റം പ്രതീക്ഷിക്കേണ്ട, അടുത്തിട്ടൊന്നും പ്രതീക്ഷിക്കേണ്ട. ഏതായാലും ഒരു 2 വർഷത്തേക്ക് 3 വർഷത്തേക്ക് എന്തായാലും ഓർസ് കളക്ടർ ഉണ്ടാവില്ല. എന്നിരുന്നാലും ഓർസ് നമുക്ക് ഇനി വരുന്നതിൽ ഇപ്പോൾ എന്ന് വെച്ചാൽ ഒന്ന് ബോണസ് ട്രാക്കിലാണെങ്കിലും അല്ലെങ്കിൽ വാർസിലാണെങ്കിലും നമുക്ക് ഓർസ് കളക്ട് ചെയ്യാം. പക്ഷേ മോർ ലൊക്കേഷൻസിൽ അവർ ഓർസ് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. എനിക്ക് തോന്നുന്നു ചിലപ്പോൾ നമ്മളിപ്പോൾ ഒരു എന്താ പറയുക ബുഷോ അല്ലെങ്കിൽ ട്രീയോ റിമൂവ് ചെയ്യുമ്പോൾ നമുക്ക് ജെമ്മ് കിട്ടുന്നു, അല്ലെങ്കിൽ എക്സ്പീരിയൻസ് കിട്ടുന്നു. അതുപോലെ ചിലപ്പോൾ നമുക്ക് ഓർസ് ചിലപ്പോൾ കിട്ടിയെന്നിരിക്കും. അപ്പോൾ അതിലൊരു കൺഫർമേഷൻ ഇല്ല. എന്നിരുന്നാലും ഓർസ് മോർ ലൊക്കേഷൻസിൽ നമുക്ക് ഓർസ് കിട്ടുന്നതായിരിക്കും. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ചാറ്റ് അപ്ഡേറ്റ് ഗ്ലോബൽ ചാറ്റ് വരുന്നതെന്ന് ഓൾറെഡി പറഞ്ഞായിരുന്നു. മാത്രമല്ല ഈ ഗ്ലോബൽ ചാറ്റിനെ കുറിച്ച് പറയുമ്പോൾ ഞാൻ വിട്ടുപോയൊരു കാര്യം എന്ന് വെച്ചാൽ അവർ എനിക്കൊന്ന് ഇമേജസ്, അതായത് റിയാക്ഷൻസും കൂടി ഉൾപ്പെടുത്തുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. പിന്നെ മെസ്സേജ് പിൻ ചെയ്യാനുള്ള ഓപ്ഷൻ കൂടി അങ്ങനത്തെ എന്തൊക്കെയോ കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് അപ്ഡേഷൻ വന്നാലേ നമുക്ക് കൂടുതലായിട്ട് പറയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഗ്ലോബൽ ചാറ്റ് ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, തീർച്ചയായിട്ടും ഈ വരുന്ന അപ്ഡേഷനിൽ തന്നെ ഗ്ലോബൽ ചാറ്റ് ഉണ്ടാവുന്നതായിരിക്കും. പിന്നെ പുതിയൊരു ടൗൺ ഹോൾ, അപ്പോൾ ആദ്യം 18 മാസത്തിൻ്റെ ഗ്യാപ്പായിരിക്കും ഒരു പുതിയൊരു ടൗൺ ഹോൾ വരുന്നുണ്ട്. പക്ഷേ അതൊരു പ്രായോഗികമായ ഒരു സംഭവം അല്ലാത്തതുകൊണ്ട് അവർ 12 മാസം, അതായത് ഒരു പുതിയൊരു ടൗൺ ഹോൾ വരുന്നത് 12 മാസമായിരിക്കും അതിൻ്റെ ഒരു ടൈം പീരിയഡ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഓരോരോ ടൗൺ ഹോൾസ് നമുക്ക് കിട്ടുന്നതായിരിക്കും. പിന്നെ ഞാൻ ചോദിച്ചൊരു ചോദ്യം തന്നെയാണ് വൈ ബനാനാസ്. ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ബനാനാസ് എന്താ എല്ലായിടത്തുള്ളത്. അപ്പോൾ ജസ്റ്റ് ഒരു സില്ലി ആൻസറായിട്ട്, അതായത് പൊട്ടാസ്യം, ബനാനയിൽ പൊട്ടാസ്യം ഉണ്ട്. അപ്പോൾ അത് ഒരു നമുക്ക് വേണ്ടതാണ്, അതുകൊണ്ട് ബനാനാസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ആൻഡ്
എന്താ പറയുക, നമ്മുടെ ക്രിയേറ്റേഴ്സ് ആയാലും അതായത് നമ്മളാണെങ്കിലും ബനാനസ് നോട്ടിഫൈ ചെയ്യുന്നുണ്ടോ, അത് നമ്മൾ ഫണ്ണായിട്ടാണ് സ്വീകരിക്കുന്നത്, ആ രീതിക്കാണ്. അപ്പോൾ ബനാനസ് ഒരു ജസ്റ്റ് ഫോർ എൻ്റർടൈൻമെൻറ്റ് അല്ലെങ്കിൽ നമുക്കൊരു എൻ്റർടൈൻമെൻറ്റ് വേണമെങ്കിലും അത് കണ്ടുപിടിക്കുന്നതിലൂടെ നമുക്കത് ഇതാക്കാം. നെക്സ്റ്റ് ഓട്ടോ ട്രാൻസ്ലേഷൻ. അതായത് പല ക്ലാൻസിലും പല ഭാഷകൾ സംസാരിക്കുന്നവരായിരിക്കും. അപ്പോൾ അതിൻ്റെ ഒരു ഓട്ടോ ട്രാൻസ്ലേഷൻ എന്ന് പറഞ്ഞ സംഭവം ഉണ്ടാവുമോ എന്നുണ്ടാവും. അപ്പോൾ അവർ പറഞ്ഞിട്ടുള്ളത് ലുക്കിംഗ് ഇൻ ടു എന്നാണ്. അതായത് അവർ നോക്കുന്നുണ്ട്, അതിനെക്കുറിച്ച് ആലോചിക്കുന്നുണ്ട്. പക്ഷേ എന്നിരുന്നാലും അതിൽ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് ഉണ്ട്. അപ്പോൾ ഗ്ലോബൽ ചാറ്റിൽ അത് വരത്തില്ല, എന്നാലും ആ ഒരു കാര്യം അവർ എടുത്തിട്ടുണ്ട്. പരിഗണിക്കാം എന്ന് പറയുന്നില്ലേ സംഭവങ്ങൾ, അതല്ലേ പരിഗണിക്കും. പിന്നെ നോക്കുവാണെങ്കിൽ മോർ അച്ചീവ്മെൻറ്റ്സ്. അപ്പോൾ ഇപ്പോൾ ഏകദേശം ടൗൺ ഹോൾ 16 വന്നപ്പോഴാണ് പിന്നെ അച്ചീവ്മെൻറ്റ്സ് കുറേ കൊടുത്തത്. അപ്പോൾ പിന്നെ ഒരു കുറച്ചും കൂടി അച്ചീവ്മെൻറ്റ്സ് അവർ ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും. നമുക്ക് നെക്സ്റ്റ് അപ്ഡേറ്റിൽ ആ ബിഗ് അപ്ഡേറ്റിൽ തന്നെ പ്രതീക്ഷിക്കാം. അപ്പോൾ ബിഗ് അപ്ഡേറ്റ് എന്ന് പറയുമ്പോൾ വലിയ കാര്യമൊക്കെയായിട്ട് എന്തൊക്കെയോ വരുന്നുണ്ട്. പക്ഷേ മൈന്യൂട്ട് ലെവലിൽ അത് നമുക്ക് ഇങ്ങനെ സൂക്ഷിച്ച് നോക്കുന്നവർക്ക് ആ അപ്ഡേറ്റിൽ എന്തൊക്കെയോ മാറ്റങ്ങൾ നൽകും. ചിലപ്പോൾ നമുക്ക് ആ ട്രൂപ്പിൻ്റെ അപ്ഡേറ്റ് ഇതുണ്ടായിട്ട് എന്താക്കാനാ അങ്ങനെ ചിന്തിക്കാം. പുതിയൊരാൾക്ക് അതൊരു അപ്ഡേഷനായിട്ട് ചിലപ്പോൾ തോന്നണമെന്നില്ല. എന്നിരുന്നാലും അപ്ഡേഷൻസിൽ ഒരു മോർ അച്ചീവ്മെൻറ്റ്സ് ആയാലും വരുന്നുണ്ട്. വേറെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയ ഫാക്റ്റ് എന്ന് വെച്ചാൽ മ്യൂസിയം മോഡ്. അപ്പോൾ മ്യൂസിയം മോഡ് ഡെക്കറേഷൻസ് ഞാനും ആഗ്രഹിക്കുന്ന സാധനമായിരിക്കും. എന്ന് വെച്ചാൽ ഡെക്കറേഷൻസ് ഇങ്ങനെ വാങ്ങിച്ച് കൂട്ടി ഞാൻ ഇതൊക്കെ എവിടെ കൊണ്ടുവെക്കുന്നതാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ അതിൻ്റെതായൊരു സ്പേസിൻ്റെ ഒരു കുറവ്. അപ്പോൾ ഡെക്കറേഷൻസ് നമുക്ക് വെക്കാനുള്ള മ്യൂസിയം മോഡ് ഉണ്ടാവുമെന്ന് ചോദിച്ചുള്ള. അപ്പോൾ അവർ ഇതുവരെ അതിനെക്കുറിച്ചിട്ട് പ്ലാൻഡ് അല്ല. എന്നിരുന്നാലും അതൊരു നല്ലൊരു ഐഡിയ ആണ്. ഭാവിയിൽ ഉണ്ടാവില്ല എന്നല്ല, വേണ്ടി വന്നാൽ ഉണ്ടാവും. പക്ഷേ മ്യൂസിയം മോഡ് ഉണ്ടാവും നമുക്ക് ഇപ്പോൾ ഉണ്ടാവില്ല. ഏകദേശം ഞാൻ പറഞ്ഞല്ലോ 2 വർഷം 3 വർഷത്തോളം എന്തായാലും മ്യൂസിയം മോഡ് ഉണ്ടാവില്ല. എന്നിരുന്നാലും അതൊരു നല്ലൊരു ഐഡിയ ആണ്. പിന്നെ അറ്റാക്കിംഗ് ടൈമിംഗ് ആണെങ്കിലും സൂം ചെയ്യുന്നത്, അതായത് ഇത് ഈ ട്രൂപ്സ് ഹോം വില്ലേജ് അതെല്ലാം ചെറുതാക്കിയതിലുള്ള ഒരു നെഗറ്റീവ്. അപ്പോൾ ചെറുതാക്കലെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ഇന്ന സംഭവം എവിടെയാണെന്ന് വെച്ചാൽ ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ളൊരു ബുദ്ധിമുട്ട്. അപ്പോൾ അതൊരു നെഗറ്റീവാണ്. പിന്നെ ടൈമിൽ അവർ മാറ്റം വരുത്തില്ല. അപ്പോൾ അറ്റാക്കിംഗ് ടൈമിലും അവർ മാറ്റം വരുത്തില്ല. നെക്സ്റ്റ് ക്ലാനിൻ്റെ കപ്പാസിറ്റി. ഇപ്പോൾ 50 ആണല്ലോ. അപ്പോൾ കപ്പാസിറ്റി 100 ആക്കുമോയെന്ന് ചോദിച്ചിട്ടുണ്ട്. ആക്കൂല, 100 കപ്പാസിറ്റി ആക്കൂല. 50 ആണ് ഏറ്റവും ബെറ്റർ എന്ന് തോന്നുന്നുള്ളത്. നിങ്ങളായിട്ട് മിങ്കിൾ ചെയ്യാനുള്ള ഒരു 50 ആയിരിക്കും ബെറ്റർ എന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ ആ ഒരു ക്ലാൻ മെമ്പേഴ്സിൻ്റെ കപ്പാസിറ്റി അവർ ഏതായാലും കൂട്ടില്ല, 50 തന്നെ ആയിരിക്കും. വേറൊരു കാര്യം എന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ക്വസ്റ്റ്യൻ ആണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ അറ്റാക്കിങ്ങിന് പോകുമ്പോൾ നെക്സ്റ്റ് ബട്ടൺ ഉണ്ടല്ലോ, പെട്ടെന്ന് ഇങ്ങനെ കിട്ടുന്നില്ല, ഒരു ലൂട്ടില്ലാത്തതായിരിക്കും, ചിലപ്പോൾ ട്രോഫി ഇല്ലാത്ത കാര്യങ്ങളായിരിക്കും, നമുക്കിപ്പോൾ കിട്ടാതിരിക്കും. പെട്ടെന്ന് നെക്സ്റ്റ് അടിക്കുമ്പോൾ നോക്കുമ്പോൾ നമ്മൾ നെക്സ്റ്റ് അടിച്ച സാധനമായിരിക്കും കുറേ ലൂട്ടുള്ളതായിരിക്കും. അപ്പോൾ അത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നെക്സ്റ്റിന് പകരം പ്രിവ്യൂ ബാക്കിലോട്ട് വരാനുള്ളൊരു ബട്ടൺ കൂടി ഉൾപ്പെടുത്തുമോ എന്ന്. അപ്പോൾ അത് ഉണ്ടായാലും നല്ലതായിരുന്നു അല്ലേ. പക്ഷേ അവരത് ഉൾപ്പെടുത്തില്ല എന്ന് പറഞ്ഞത്, അതായത് ഉൾപ്പെടുത്തില്ല എന്ന് വെച്ചാൽ കാരണം എന്ന് വെച്ചാൽ, ഇപ്പോൾ നോക്ക്, ആദ്യം ഇപ്പോൾ ഒരു ബാക്ക് എന്ന് പറയും, ഒരു പ്രീവിയസിലേക്ക് പോകാൻ പറയും, പിന്നീട് അത് 2 മാറും. അപ്പോൾ ഇങ്ങനെ കൂടി വരും. ജമ്മു കൊടുത്താലും മാറും, അങ്ങനെയല്ല പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ അത് ഇങ്ങനെ അവർക്ക് മോർ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. അതുകൊണ്ട് ആ ഒരു ബാക്ക് എന്ന് പറഞ്ഞ ആ ബട്ടണ് അത് ആ സംഭവം അവർ കൊണ്ടുവരത്തില്ല. പിന്നെ ക്ലാൻ പേർക്സ് ആണെങ്കിലും അതിൽ പുതിയ പേർക്സ് വരുന്നില്ല, പക്ഷേ കോസ്മെറ്റിക്സ് ചേഞ്ചസ് ഉണ്ടാവും. അതായത് ഓരോരോ കോസ്മെറ്റിക്സ് ചേഞ്ചസ്, പക്ഷേ ന്യൂ പേർക്സ് ഉണ്ടാവില്ല. പിന്നെ എല്ലാവരുടെ ഒരു ആഗ്രഹം പുതിയൊരു ഹീറോ എന്ന് വെച്ചാൽ, നമ്മൾ ടൗൺ 16 സമയത്ത് ഏകദേശം എല്ലാവരും പറഞ്ഞായിരുന്നു പുതിയ ഹീറോ എന്തായാലും ഉണ്ടായിരിക്കുന്നു. പക്ഷേ ഉണ്ടായിട്ടില്ല. എന്നിരുന്നാലും ഭാവിയിൽ ഇനി ഹീറോസ് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും. 5ാമത്തെ ഒരു ഹീറോ വരും, 6ാമത്തെ ഹീറോയും വരും. പക്ഷേ 4 ഹീറോസിനെ നമുക്ക് അറ്റാക്കിങ്ങിന് കൊണ്ടുപോകാൻ പറ്റൂ എന്ന ഒരു സെറ്റിംഗ് ഉണ്ടാക്കും. അതായത് ഇപ്പോൾ 5 ഹീറോസ് നമുക്ക് കിട്ടിയാലും 6 ഹീറോസ് കിട്ടിയാലും നമുക്ക് ആകെ അറ്റാക്കിങ്ങിന് കൊണ്ടുപോകാൻ പറ്റുന്നത് 4 ഹീറോസ് ആയിരുന്നു. അത് ഓപ്ഷണൽ ഹീറോസിങ് ടൈപ്പായിരിക്കും അവർ ഹീറോസിൻ്റെ കാര്യത്തിൽ അവർ കൊണ്ടുവരാൻ പോകുന്നത്. അപ്പോൾ ഇത്രയാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്തൊക്കെയോ കുറേയാണ് ഞാൻ നോട്ടൊക്കെ ഇങ്ങനെ കുറേ ഇത് വായിച്ചിട്ടും ഇങ്ങനെയെല്ലാം എന്തൊക്കെയോ നല്ലോണം കഷ്ടപ്പെട്ടിട്ടാണ് ഇങ്ങനെ ഓരോന്നെല്ലാം മാറ്റം വരുത്താനെല്ലാം നോക്കി.
അപ്പോൾ എന്താ പറയുക, എല്ലാം ഇങ്ങനെ നോട്ട് ചെയ്ത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് പറയാൻ വേണ്ടിയിട്ട് എല്ലാം എഴുതിയെടുത്തിട്ടാണ്. അപ്പോൾ എഴുതിയെടുത്തിൽ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടോയെന്ന് അറിയത്തില്ല. എന്നിരുന്നാലും മാക്സിമം ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലും വിട്ടുപോയിട്ട് എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. നിങ്ങൾക്കറിയുന്ന, ഇപ്പോൾ എനിക്കെല്ലാം അറിയണമെന്നില്ലല്ലോ, നിങ്ങൾക്കെല്ലാം അറിയുന്ന എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കമൻറ്റിലൂടെ നമുക്ക് അറിയാൻ പറ്റും. പിന്നെ അപ്ഡേഷൻ വരുമ്പോൾ ഞാൻ പറഞ്ഞ ഇപ്പോൾ ഇൻക്ലൂഡ് ചെയ്ത കാര്യങ്ങളുണ്ടല്ലോ, അത് എത്രത്തോളം ശരിയാണെന്നും അല്ലെങ്കിൽ എത്രത്തോളം ഇൻക്ലൂഡ് വന്നിട്ടുണ്ടെന്നും നമുക്ക് മനസ്സിലാവും. അപ്പോൾ അപ്ഡേഷന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. അടുത്തിട്ട് തന്നെ ചിലപ്പോൾ ഇന്ന് തന്നെ അതിൻ്റെ ഒരു, ചിലപ്പോൾ ക്ലാഷ് ഓഫ് ക്ലാൻസ് ഇന്ന് തന്നെ അതിൻ്റെ ഒരു വീഡിയോസ് വരെ ഇറക്കാം. നെക്സ്റ്റ് അപ്ഡേറ്റിൻ്റെ ഒരു ക്ലൂ അവർ ചിലപ്പോൾ ഇന്ന് തന്നെ അവരൊരു വീഡിയോ ഇറക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് അപ്ഡേറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. ഒന്നും കൂടി നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടാണ് പുതിയൊരു വീഡിയോ ആയിട്ട് മാറുന്നത്. ഓക്കെ, ബൈ ബൈ.